അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുവാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. മഴയൊന്നുമില്ല, മഴയൊക്കെ തോന്നി നിൽക്കുവാണ്. എന്തായാലും സൂപ്പർ കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. ഈ ഒരു ടൈമാണ് ബെറ്റർ. കുറച്ച് കഴിഞ്ഞാൽ മിക്കവാറും മഴ പെയ്യും. നല്ല വെളുപ്പാങ്കാലത്തൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു കാറുമായിട്ടൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ചുറ്റി അടിച്ച് കാണാനായിട്ട്. ഗൈസ്, അങ്ങനെ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി ഒരു നല്ല റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ വാഗമൺ സിറ്റിയുടെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് വണ്ടിയുടെ കാര്യം ഇത്തിരി പരിങ്ങലിലാവും കേട്ടോ. അതായത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പ്രൈവറ്റ് ബസ്സൊന്നും സർവീസ് നടത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആകെയുള്ള KSRTC ആണ്. അത് വന്ന് ഇല്ലെങ്കിലില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ജീപ്പ് വിളിച്ച് പോകണം. നമ്മളീ കാണുന്ന ആ ഒരു സൈഡിലൊക്കെ ഒരുപാട് ജീപ്പുകൾ കിടപ്പുണ്ട്. അത് നമുക്ക് വേണ്ട സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഭയങ്കര ചാർജാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങിയത് 9 മണിക്ക് കേട്ടോ, റൂമിൽ നിന്ന് ഇറങ്ങിയത്. അതിന് ശേഷം ക്ലൈമറ്റൊക്കെ വല്ലാണ്ട് മാറി കണക്ക് തോന്നുന്നുണ്ട്. നല്ല മഞ്ഞ വീഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ ക്ലൈമറ്റാണ്. മഴ പെയ്യാതിരുന്ന അടിപൊളിയായിരിക്കും. രാവിലെ നല്ല തിരക്കാട്ടോ. കൊച്ചു കുട്ടികളും പുതിയ വണ്ടി ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ കുറച്ചിങ്ങനെ നടന്നിട്ടൊരു ഹൈറ്റുള്ള സ്ഥലത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ കേട്ടോ. മഞ്ഞ് വീണ് കിടക്കുന്നതാണ്, ഒരു രക്ഷയില്ല. ഗൈസ്, അങ്ങനെ ഞാൻ രാവിലെ വാഗമൺ റൂട്ടിലോട്ട് ഇറങ്ങണം കേട്ടോ. രാവിലെ ഒരു 9 മണിയായപ്പോൾ ഞാൻ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നടന്ന് വേറൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ചുമ്മാ ജസ്റ്റ് നടന്നു നോക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വാഗമൺ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട KSRTC ആ വന്ന വഴികളിലൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടക്കാൻ പറ്റുമോ നോക്കുവാണ്. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് ബസ് സർവീസ് ഇല്ല. പിന്നെ അതുപോലെ ഓട്ടോ ഉണ്ട്. ഓട്ടോയും ജീപ്പും ഒക്കെ ഏകദേശം ഒരേ റേറ്റാണ്. ഒരാൾ സിംഗിളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ വലിയ പാടായിരിക്കും. സിംഗിൾ യാത്രയ്ക്ക് പറ്റിയ സംഭവം വളരെ കുറവാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ നടന്ന് കാണാം. ഇപ്പോൾ അങ്ങനെ അതിന് പറ്റിയൊരു ക്ലൈമറ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലേ, മൊത്തം ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് വേറൊരു ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തമില്ലാത്ത തണുപ്പായിരുന്നു. ഉറങ്ങാനൊന്നും പറ്റിയില്ല. അമ്മാതിരി തണുപ്പ്. വെള്ളത്തിലൊന്ന് കൈയെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാഗമണിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ശ്രമിക്കുകയാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല. മഴയുടെ ഏറ്റവും വലിയ വില്ലറ്റുന്നത്. പിന്നെ ഒരു വണ്ടി ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ കയറി വന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ട് മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, അടുത്തടുത്ത് നിൽക്കുന്നവരെ കാണാൻ പോലും പറ്റാത്ത ഒരു ലെവലിലോട്ട് പോവാണ്. ഇതുപോലുള്ള ജീപ്പുകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഓഫ് റോഡിങ്ങിന് വേണ്ടി റെഡിയാവുന്ന ജീപ്പായിരിക്കും മിക്കവാറും. അവരുണ്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിലൊക്കെ കയറി ഇങ്ങനെ പോകാൻ എന്നാ രസമായിരിക്കും. സത്യം പറഞ്ഞ ഒരു വണ്ടി കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. എങ്ങനെ വാഗമണ്ണെന്ന് നമ്മൾ വന്ന് ആ കുന്നിൻ്റെ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയാൽ മതിയായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്തോട്ട് അങ്ങനെ പോകണമെന്നും പ്ലാനില്ല. ഞെട്ടിപ്പോയി. എന്താ സംഭവം നോക്കിയാൽ പൊതിച്ചോറിനുണ്ട്, തീച്ചോറായി മാറിയിരിക്കുകയാണ് കേട്ടോ. പൊതിച്ചോറിൻ്റെ പൊതി കാണാനില്ല. അപ്പോൾ ജീപ്പുകളിൽ ഇവിടെ റെൻറ്റിന് പോകുന്നതിന് 2000 രൂപ കൊടുക്കണം. 2.5 മണിക്കൂർ കൊണ്ട് കറങ്ങി കാണിച്ചു തരും. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു 5-6 സ്പോട്ടുണ്ട്. അവിടെ പോവും. സിംഗിളായിട്ടാണെന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്കും ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട് അവർ. മിനിമം ചാർജ് ആയിട്ടുള്ള 2000 രൂപയാണ് സാധാരണ മേടിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു മാപ്പൊക്കെ ഇരിപ്പുണ്ട്. അതിലുള്ള സ്ഥലങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഒരാളാണെങ്കിലും 10 പേരാണെങ്കിലും ഈ പറയുന്ന 2000 രൂപ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ നല്ല ഒരുമാതിരത്തെ ഒരു ഏരിയയാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒരു ചെറിയ ഹൈറ്റാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് കയറാം. അവിടെ നല്ല മഞ്ഞ് വീഴ്ചയെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് കയറി നോക്കാൻ വേണ്ടി പോവാം. ഞാനീ മഞ്ഞ് കണ്ടേക്കൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. അതുവഴി വരുന്ന വണ്ടിയും കാര്യങ്ങളൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. അടുത്ത് എത്തുമ്പോഴാണ് അറിയുന്നത്. അത്രയ്ക്കും നല്ല രീതിയിലുള്ള മഞ്ഞാണ്. ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ സമയത്തും സീസണാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പറയുന്നത്. അത്രയ്ക്ക് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട് ഈ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. ഒരുമാതിരി ഇങ്ങനെ തണുത്ത കാറ്റടിക്കാൻ കേട്ടോ. തണുത്ത കാറ്റും ആ ഒരു മഞ്ഞും എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വാഗമണിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നത്. ഈ ഒരു സമയത്തോളം വാഗമണിലോട്ട് വരാനുള്ള കേട്ടോ. ഞാൻ ഇന്നലെ വന്നിറങ്ങിയ ആ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ ബസ് വന്ന് ഇറങ്ങിയ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ മുന്നിലായിട്ടൊരു സെബാൻ്റെ കട എന്നും പറഞ്ഞു, സെബാൻ്റെ കടയെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് ഇന്നലെ ഫുഡൊക്കെ കഴിച്ചത്. അവിടെ അന്യായ തിരക്കാണ്. ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു ഹോട്ടലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഞാൻ ആ കടയൊന്ന് കാണിച്ചു തരാം. ഇവിടെ വരുന്നവർക്ക് ചിലപ്പോൾ അതൊരു ഉപകാരമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇന്നലെ ഇതുവഴിയാണ് ബസ്സിൽ കയറി വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. പക്ഷേ എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ വന്നിറങ്ങിയ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ ആ ഹോട്ടൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. ഇന്നലെ ഞാൻ വന്ന് ഫുഡ് കഴിച്ച ഹോട്ടൽ ഇതാണ് കേട്ടോ. എനിക്കൊന്ന് നൈറ്റ് മാത്രമേ വർക്കുള്ളൂ എന്ന് തോന്നുന്നു അവിടെ. പിന്നെ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് കട്ടപ്പനയ്ക്കൊക്കെ ബസ് പോകുന്നത് കേട്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ കട്ടപ്പന വരെയൊക്കെ ഒന്ന് പോയി നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുണ്ട്, ഇതുപോലുള്ള പശുക്കൾ ഇങ്ങനെ ഇവിടെ കിടന്ന് അലഞ്ഞ് കിടക്കാം കേട്ടോ. ഉടമസ്ഥരുണ്ടാവും ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക, ഇഷ്ടംപോലെ ഉണ്ട്. അതിനെക്കൊണ്ട് നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ വഴിയിൽ നിന്ന് ചാണകത്തിൽ കാല് വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നാൽ പിന്നെ രാവിലെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കണം കേട്ടോ. നല്ല മഞ്ഞ് വീഴ്ചയല്ലേ. ജസ്റ്റ് ഇതുവഴി ഒന്ന് നടന്ന് ഒന്ന് താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഏകദേശം 1 കിലോമീറ്ററിനകത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ രാവിലെ നടക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഒരു ഊട്ടിയിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. കറക്റ്റ് ഈ തണുപ്പും ഈ ഒരു മഞ്ഞൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ നടക്കുമ്പോഴും സൂക്ഷിച്ച് നടക്കണം, കാരണം ഈ റോഡിന് വലിയ വീതിയില്ല. ഇത് നോക്കിയാൽ വീടാണോ റിസോർട്ടാണോ? വീടാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എന്താല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞ് വീണിട്ട് ഒന്നും കാണാൻ വയ്യ കേട്ടോ. അമ്മാതിരി മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുവാണ്, കോടമഞ്ഞ്. നല്ലതുപോലെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടിലം വിലയ്ക്കുള്ള റൂമുകൾ കിട്ടും, നല്ല റൂമുകൾ കിട്ടും. എല്ലാവരും മെയിനായിട്ടുള്ള സിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സിറ്റിയിലോട്ട് വരുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം നല്ല റൂമുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ വീടുകളിലോട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, താഴോട്ടിങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാണല്ലോ കുറേ ഉണ്ട് അവിടെയൊക്കെ കാണാൻ. എവിടെ തിരിഞ്ഞാലും ഇവിടെ സംഭവങ്ങളാണ്. അതായത് എങ്ങോട്ട് ക്യാമറ തിരിക്കണം എന്നെനിക്ക് സംശയമാണ് കേട്ടോ. ഞാൻ അതിനെ കൊണ്ടിങ്ങനെ നടന്ന് അങ്ങ് എടുക്കുവാണ്. ഇന്ന് മുതലുണ്ടല്ലോ, ഇതുമായിട്ട് ഇങ്ങോട്ട് വരണം. എന്നാൽ പിന്നെ ഇവിടെ ഒരു കറങ്ങാം. അതിനുള്ളൊരു മൈൻഡ് സെറ്റാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാം. വേറെ വണ്ടി ഒന്നും വേണമെന്നില്ല ഗൈസ്. അങ്ങനെ ഞാനേ ഈ മെയിൻ റോഡിൽ വന്നപ്പോൾ നാട്ടിൽ ഇങ്ങനെ ഒരു വഴി ഇവിടെ തിരിഞ്ഞ് വരാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുവഴി ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ അങ്ങ് താഴോട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്രണ്ടിലായിട്ട് പട്ടികളൊക്കെ പോകുന്നു, അതേ ഉള്ളൂ ഒറ്റ വിഷയം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങി ഒന്ന് നോക്കാൻ പോകണം കേട്ടോ, എന്താ സംഭവം എന്നറിയാമല്ലോ. വീടുകളിൽ പട്ടികളുണ്ടെങ്കിൽ പണിയാവും, നമ്മളെ ഓടിച്ചിട്ട് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുണ്ടോ, ഈ മഞ്ഞ് ഇവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കാണാമായിരുന്നു കേട്ടോ. എൻ്റെ പിന്നെ എന്താ അല്ലേ, മഞ്ഞ് അതിനെ കൊണ്ട് നമുക്കൊന്നും കറക്റ്റ് കിട്ടത്തില്ല, മൊത്തം പുകഞ്ഞ് കിടക്കുക. പക്ഷേ ഇതൊരു കിടിലൻ റൂട്ടാണ് കേട്ടോ, അഡ്വഞ്ചർ റൂട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണുന്ന ആ ഒരു വളവ് വരെ ഒന്ന് പോയി നോക്കുകയാണ്. എല്ലാ സ്ഥലവും ഇതുപോലെയൊക്കെ തന്നെയാവും. ഈ മഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വ്യക്തമായിട്ട് കിട്ടിയേനെ. അതാ ഇങ്ങ് താഴെയൊക്കെ വീടുണ്ട് കേട്ടോ. എന്തുമാത്രം താഴെയാണ് വീട് ഇരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് അങ്ങ് താഴെ കണ്ട പോകുന്നുണ്ട് കേട്ടോ. ഓഫ് റോഡിന് പറ്റിയ സംഭവമാണ് ഈ റോഡ്. കണ്ടില്ലേ, നല്ല ഒരു സംഭവമായിട്ട് വരണം. മിസ്തുബിഷി പജീറോ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അങ്ങനെ ഒരു വണ്ടിയാണ്. അതുമായിട്ട് ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ പൊളിക്കും. ഈ കാണുന്ന വഴിയിലൂടെയാണ് താഴോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, വലിയ റിസ്ക്കുകളാണ് അതൊക്കെ. പക്ഷെ അങ്ങനെ ഉള്ളവർക്ക്, അങ്ങനെ ഒരു മൈൻഡൊക്കെ ഉള്ളവർക്ക് സൂപ്പറായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർഡിൻ്റെ എൻഡവർ എടുത്തുകൊണ്ട് വരണം. മമ്മൂക്കാരെ ഇപ്പം ഇറങ്ങിയ ടർബോയിൽ എൻഡവർ ഇട്ടിട്ട് മമ്മൂക്ക കളിക്കുന്ന ഒരു ഇതുണ്ടല്ലോ സീന്. എൻ്റെ പൊന്നെ, എമ്മാതിരിയല്ലേ ആ വണ്ടിയുടെ പവർ. ആ ഒരു സിനിമയിലൂടെ എൻഡവറിൻ്റെ പവർ ഒന്നും കൂടെ എടുത്ത് കാണിക്കുകയാണ്, പഴയ എൻഡവറിൻ്റെ പവറേ. ഇതൊന്നും ആകാശമല്ല കേട്ടോ, ഇതൊക്കെ മഞ്ഞ് വീണിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മണ്ണോ എന്തൊക്കെ ഇടിഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടോ. മണ്ണിടിച്ചിലുണ്ടായെന്നാണ് തോന്നുന്നത്. തൊട്ടപ്പുറത്തായിട്ടൊരു ചർച്ച് കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് വാഗമണ്ണിൻ്റെ കുറച്ച് സംഭവം ഷൂട്ട് ചെയ്യണം. ഉടനെ തന്നെ മിക്കവാറും മഴ പെയ്യും, അതിനുള്ള ചാൻസ് ഉണ്ട്. ഇത് നോക്കൂ, ഒരു വണ്ടി റിവേഴ്സ് എടുത്ത് വരാണ് കേട്ടോ. എത്ര റിസ്ക്കാന്ന് നോക്കി, എന്നെ കണ്ടാവോ. ഇവിടെ മുമ്പോട്ട് തന്നെ നേരെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് ഒരു വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്നത്. ഇവിടെ തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ പോകുന്നത്. ഒരു സൈഡിൽ അഗാധമായ കുഴിയും അതുപോലെ ചേട്ടനൊക്കെ സമ്മതിച്ചെടുക്കണം അല്ലേ. യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ അങ്ങനെ റിവേഴ്സ് എടുത്ത് പോകണം. അവിടെ എന്തോ പാറ മറിക്കാനെങ്ങാണ്ടാണ്. വാഗമണ്ണിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, നല്ല കിടിലം സ്പോട്ടുകൾ. ഞാൻ പറഞ്ഞ ആ ജീപ്പിൽ തന്നെ അവരൊരു 10ൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൽ മെയിനായിട്ടുള്ളൊരു 4-5 കിടിലം സ്പോട്ടിൽ നമ്മളെ കൊണ്ടുപോകുന്നതിന് 2000 രൂപ വെച്ചൊക്കെയാണ് മേടിക്കുന്നത്. ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ 1500 രൂപ മേടിക്കുന്നുണ്ട്. ഭയങ്കര ബിസിനസ്സാണ്.
ജീപ്പുകളാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് ട്രിപ്പ് അടിച്ച് പോകണം, എന്തെങ്കിലും സംഭവം ഉണ്ടാവുമെന്ന്. ഞാനിപ്പം നടന്നങ്ങനെ ആ ഒരു വഴികളെ തിരിച്ച് ഞാൻ വന്ന മെയിൻ റോഡിലോട്ട് പോവുകയാണ്. ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വണ്ടിയില്ല, നടക്കത്തില്ല. ആ കയറ്റമൊക്കെ കയറിയപ്പോണ്ടല്ലോ നല്ലോണം കിതയ്ക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചേ ഉള്ളൂ, അതിനെക്കൊണ്ടാ. പക്ഷെ നടക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ വഴിയെ നടന്നു വരുമ്പോഴേ തടസ്സപ്പെടുത്തിക്കൊണ്ട് 2 പേര് കേട്ടോ, ഒരു പശുവും പശുവിൻ്റെ കുട്ടിയും വളവിലാണ് നിൽക്കുന്നത് കേട്ടോ. പ്രശ്നക്കാരൊന്നുമല്ല, അവർ രാവിലെ ഇവിടെ സ്നേഹം പങ്കിടുകയാണ്. 2 പേരുണ്ട്, കുട്ടി പശു കേട്ടോ, അടിപൊളി. ഓരോരുത്തർ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ, സ്പോട്ടിലോട്ട് എത്തുന്നതേ ഉള്ളൂ. ഇത് സ്പീഡിലാണ് വരുന്നത് കേട്ടോ, സമയം താമസിച്ച് പോയെന്ന്. കൊള്ളാം അല്ലേ പശു കയറി വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ 2-3 ചേട്ടന്മാരെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് ഇടത്തേക്കൊരു വഴി തിരിഞ്ഞു പോകും, മിക്കവാറും ഈ വഴിയായിരിക്കും. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മതിൽ കെട്ടിയ സംഭവമുണ്ട്, സെമിത്തേരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണോ എന്നറിയത്തില്ല. അത് ഇതാണ് കേട്ടോ, ഇതുവഴി പോയി കഴിഞ്ഞാൽ മുകളിൽ സെമിത്തേരിയാണ്. പിന്നെ അതുവഴി കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റിലുള്ള സംഭവം കാണാമെന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, ഞാൻ ഇതുവഴി നടന്ന് താഴോട്ട് ഇറങ്ങുവാണ്. KSRTC കയറി പോകണം കേട്ടോ, ചെറിയ വണ്ടി. ഇതിനി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഇറങ്ങി വരേണ്ടത്. ഇതുപോലുള്ള ചെറിയ ചെറിയ കുറച്ച് KSRTCകൾ മാത്രമേ ഇതുവഴി സർവീസ് നടത്തുന്നുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ ഇതുവഴി സർവീസ് ഇല്ല. അപ്പോൾ അതിനെ കൊണ്ട് ആ ബസ് ഞാൻ പ്രതീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് ജസ്റ്റ് നടന്നാൽ മതി, 1 കിലോമീറ്ററൊക്കെ കഴിഞ്ഞാൽ നല്ല സൂപ്പർ കാഴ്ചകൾ കിട്ടുമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഒരുപാടുണ്ടെന്ന്, കയറി വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ഫീൽ ചെയ്തു. ഞാനിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ മഞ്ഞിൻ്റെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വളവുകളുള്ള വളവുകളിങ്ങനെ പിന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഒരു കിടിലം വളവാണ്, അവിടെ നിന്നൊരു വണ്ടി വന്നാൽ പോലും അറിയാൻ പറ്റത്തില്ല. എന്താ ഒരു മഞ്ഞെന്ന് നോക്കിയേ, അവിടെ നിന്ന് പോലീസ് ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് എത്തുമ്പോഴേ അറിയത്തുള്ളൂ. ഇതുണ്ടോ, ഒന്നും കാണാനില്ല, വെറും പുക മാത്രമേ ഉള്ളൂ, പുക മയം. അവിടെ സൈഡിലായിട്ട് ഒരുപാട് ജീപ്പുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോലീസ് ജീപ്പ് അവിടെ നിർത്തി. അവിടെ എന്തോ ഹോട്ടലോ റൂംസോ എന്തൊക്കെയുണ്ട്. അവിടെ നിന്ന് ആൾക്കാരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികളെല്ലാം അവിടെ നിൽക്കുന്നത്. പോലീസുണ്ട് കേട്ടോ, അതിനെക്കൊണ്ട് അധികം പ്രശ്നമില്ല. അവർ എപ്പോഴും ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ വന്നപ്പോഴും ഇന്ന് വന്നപ്പോഴും രാവിലെ ഒക്കെ കാണുന്നുണ്ട്. മുന്നിലോട്ട് നടന്നു വന്നപ്പോൾ എന്താണ്ട് ഇവിടെ ഒരു ഞാൻ പറഞ്ഞ സംഭവമില്ലേ, റൂംസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത്ര ഹൈറ്റിൻ്റെ സൈഡിലായിട്ട് അടിപൊളിയായിട്ട് വ്യൂ പോയിൻ്റൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള കോടമഞ്ഞും സംഭവമൊക്കെ കാണാം. മഞ്ഞിൻ്റെ ഇടയിൽ താഴെ എവിടെയോ ഒരു പള്ളിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കരെ സൈഡിലായിട്ട് കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അവിടെ കുറച്ച് വീട് കാര്യങ്ങളുണ്ട്. ഈ പുകമറ അതിനെ കൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാത്ത. നല്ല സൂപ്പർ വൈബ് കേട്ടോ. എന്തൊക്കെയാണ് ഇങ്ങനെ ഈ ഉണക്കത്ത് ഉണങ്ങിപ്പോയതാണ്. മിക്കവാറും ഒരു 2 മാസം കൊണ്ടൊക്കെ നല്ല സെറ്റപ്പായിട്ട് പച്ചപ്പാവും കേട്ടോ. ഈ ഒരു മഞ്ഞ് അങ്ങോട്ട് പോകും, തിരിച്ചു വരും. നല്ലപോലെ മഞ്ഞ് ഇപ്പോൾ എംറ്റി ആയി കേട്ടോ. അപ്പോൾ വഴിയിൽ വെച്ചൊരു പയ്യനെ കിട്ടി, അവനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇത് വീണ്ടും പഴയ കണക്കായി. എന്തല്ലേ പുക ഇപ്പോൾ കൂടിയിട്ടുണ്ടോ. നേരത്തെ അവിടെ കിടന്ന വണ്ടി ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അവിടെ കുറേ വീടുണ്ട്, അവിടെ ഒരു കോളനിയാണെന്നാണ് പറയുന്നത്. അയ്യോ, ഇവിടുത്തെ വെയിലിൻ്റെ ശക്തിയാണ് ഈ കിടക്കുന്ന മരങ്ങളെല്ലാം ഇങ്ങനെ കരിഞ്ഞ് ഒരു പരുവത്തിലിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം സെറ്റായിക്കോളും. ഇവിടെ എന്തൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാട്ടിനിടയിൽ നിന്നൊക്കെ പിള്ളേരെ സൗണ്ട് കേൾക്കുന്നു. ഇത് വളഞ്ഞ് പോകുന്നേ കൊണ്ടേ നമ്മൾ ഇതുവഴി നടക്കുന്നത് ഡേഞ്ചറാണെന്നേ. മുകളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുമ്പോൾ അതും അറിയാൻ പറ്റത്തില്ല, വലിയ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലോട്ടൊക്കെ വീടുകളുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല ഒരു അടിപൊളി ഏരിയ കണ്ടോ. മഞ്ഞ വീണിട്ട് ആ കൊച്ചു വീടും സംഭവം കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇതുവഴിയാണ്ട് ഒരു ചെറിയ അരുവി കണക്ക് എന്തൊരു സംഭവം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന അതുവഴി ഇങ്ങനെ ഒലിച്ച് വരുവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് താഴോട്ട് പോവാണ്. പയ്യന്മാർ ബൈക്കൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അവരുടെ സൗണ്ടാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. എല്ലാവരും മഞ്ഞൊക്കെ അതിനെ കൊണ്ടേ. ഇപ്പോൾ ഇവിടെ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഈ മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ട്. മുകളിൽ എന്തിനോ വേണ്ടി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, എന്തോ കൃഷി എന്തോ കാര്യമൊക്കെയാണ്. ഇങ്ങനെ അടുക്കടുക്കായിട്ട് അങ്ങ് മുകളിലോട്ടുണ്ട്, പിരമിഡ് കണക്ക് കണ്ടോ. മഞ്ഞ അതിനെ കൊണ്ട് കറക്റ്റ് അറിയത്തില്ലെന്നേ ഉള്ളൂ. എന്തോ കൃഷിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന സംഭവമാണ്. തേയില കൃഷിക്കായിരിക്കും കേട്ടോ. ഓ യെസ്, സംഭവം തേയില കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പിരമിഡ് കണക്കാണ് നിൽക്കുന്നത്. എപ്പോഴാണെങ്കിലും മഞ്ഞ് മാറും, മിനിറ്റുകൾ കൊണ്ട് വീണ്ടും മഞ്ഞ് അതേ കണക്ക് തന്നെ വരും. അതെനിക്കിപ്പോൾ തൊട്ട് മുന്നേ മനസ്സിലായതാണ്.
ഒരു ചെറിയ കവിതയൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി തോന്നാണ് കേട്ടോ. നോക്കൂ, കാണൂ പ്രപഞ്ചം, എത്ര മനോഹരം ഈ ഭൂമി. ഇവിടെ എത്തിയപ്പോഴേ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള കാഴ്ചകൾ കിട്ടിയിട്ട് ഇവിടെ മഞ്ഞില്ല. ഇതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞെല്ലാം ഒന്ന് ഒതുങ്ങണം. ഇത് കണ്ടോ, ഒരു ചെറിയ ഒരു അരുവി കണക്കൊരു സംഭവം കേട്ടോ, ഒരു ചെറിയ മിനി വെള്ളച്ചാട്ടം. അതൊന്ന് അടുത്തുമായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ ഇപ്പോൾ മഴ സമയത്ത് മാത്രം ഉണ്ടായ സംഭവങ്ങളാണ് കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടന്നു വന്നാൽ ഇതൊക്കെ കാണാം. ഇതുപോലുള്ള ഇനിയും വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വഴിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ വഴി മധ്യേ ഒരാളിങ്ങനെ നോക്കി എന്നെ വെയിറ്റ് ചെയ്ത് കിടക്കുവാൻ തോന്നുന്നുണ്ട് കേട്ടോ. പണി പാളോ. എൻ്റെ ഫ്രണ്ടിൽ കണ്ട പട്ടിയുണ്ടല്ലോ എന്നെ ഓട്ടിക്കാൻ നോക്കുന്നത്. എൻ്റെ പറ്റി അവിടെ നിന്ന് എങ്ങനെയും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട കേട്ടോ. പട്ടി ഒന്ന് മാറി രണ്ടെണ്ണമായപ്പോൾ ഞാൻ വലിയ മുത്ത് ചെടിയാണ് കേട്ടോ. ഇത് മൊത്തവും പോകുന്ന വഴി മൊത്തം ഉണ്ട്. ഇതിവിടെ എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് അവസാനം ഒരു ചെറിയ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഏതാ ഈ ജംഗ്ഷൻ? കുറച്ച് കടകളും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ എവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്തോ ഉണ്ട് കേട്ടോ. വെള്ളം വീഴുന്ന സൗണ്ട് കാണാം, സൗണ്ട് കേൾക്കാം. തൊട്ടപ്പുറത്തായിട്ട് ഒരു കുന്നും ചെരുപ്പ് സംഭവമൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മിക്കവാറും നിമിഷ നേരം കൊണ്ട് തന്നെ ഇതെല്ലാം മഞ്ഞ് വീണ് പണിയാവും. ഇത് ഏതാ ജംഗ്ഷൻ എന്ന് അറിയത്തില്ല. കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുറച്ച് തട്ട് കടകളും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ചേട്ടാ, ഈ ജംഗ്ഷൻ്റെ പേരെന്തുവാ? ഈ ജംഗ്ഷൻ്റെ പേരെന്തുവാണ്? തരയങ്കാനം. ഇവിടെ എന്തെങ്കിലും മെയിൻ സ്പോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആ കാണുന്ന വഴി അങ്ങ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അത്രയേ ഉള്ളൂ. ഈ തരയങ്കാനം എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തിയപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇതുണ്ടോ, ആ മുകളിലോട്ടൊക്കെ എത്ര ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം ഇപ്പോൾ പേടും കേട്ടോ. എന്തായാലും ആ കാണുന്ന സ്പോട്ടുണ്ടല്ലോ, ആ മഞ്ഞ് വീണ് കിടക്കുന്നത് കൊണ്ടാണ് മുകളിൽ പൂർണ്ണമായിട്ട് കാണാൻ പറ്റാത്തത്. നല്ല പച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റിസോർട്ട് എന്തൊക്കെ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ ബിൽഡിങ്ങുകളിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്നലത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു അന്തമില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. ഞാനെന്തായാലും കുറച്ചുകൂടെ നടക്കുക. ഞാൻ അവിടെ ചേട്ടൻ്റെ അടുത്ത് തിരക്കിയപ്പോൾ ചേട്ടൻ പറയുന്നത് ഒരു അരമണിക്കൂടെ നടന്നു കഴിഞ്ഞാൽ നല്ല കിടിലമായിട്ടുള്ള സ്പോട്ടുകളിലേക്ക് ചെന്നെത്തുന്നത്. എന്തായാലും ഞാൻ 1 മണിക്കൂർ നടന്നു. ഞാൻ 10 മണി തൊട്ടാണ് നടത്താൻ തുടങ്ങിയത്. ഇപ്പോൾ 11 മണിയായി. ഇനി ഒരു 11:30 വരെ നടന്നാൽ സംഭവം സെറ്റാവും. ആ ഒരു സൈഡിലായിട്ട് റിസോർട്ടുകളൊക്കെ ഇങ്ങനെ മഞ്ഞ് പെയ്ത് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് തേയിലപ്പാടങ്ങൾ കാണാം കേട്ടോ. ഓ, എന്താ ഭംഗി. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പൈൻ മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു തങ്ങൾവാറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇതിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, എല്ലാം വലിയ വിഷയമാണ്. സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഒരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുവാണ്. എങ്കിൽ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുക. അത് വേറൊരു ദിവസത്തേക്കാക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കുഴി കിട്ടി കേട്ടോ. നല്ല അഗാധമായ കുഴിയൊന്നുമല്ല, ഒരു മീഡിയം ടൈപ്പ് കുഴി. വണ്ടി വരുന്ന ഒരു സൈഡ് കൂടെയാണ്, നല്ല വളവാണ്. പക്ഷേ ഈ കുഴിയിലോട്ട് നോക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വേസ്റ്റ് തള്ളിയിട്ട് ഭയങ്കരമായ സ്മെല്ലടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ പൊന്നെ, ഇത്രയും നല്ലൊരു സ്പോട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ വേസ്റ്റ് കൊണ്ട് തട്ടുന്നവന്മാരെ അടിക്കണ്ടേ അല്ലേ? കുന്നിടിച്ചിട്ട് റോഡ് എന്തോ പണിയാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഒരു വഴി ഇങ്ങനെ വെട്ടി വരും. അവിടെ JCB ഒന്ന് പണിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടും കണ്ട് എന്തൊക്കെയോ പരിപാടി നോക്കുകയാണ് കേട്ടോ. പുതിയ ഡെവലപ്മെൻറ്റ്
ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ശക്തമായ മഞ്ഞിൻ്റെ ഇടയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഇതുണ്ടോ, മുകളിലും താഴെ ഒരേ കണക്ക് നോക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴയും പൊടിയുന്നുണ്ട്. അതിനെക്കൊണ്ടൊരു കുട ഇങ്ങനെ നൂത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട ഇങ്ങനെ നൂത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. പുറകിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഒരാൾ നടന്ന് പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഉപകരിക്കും കേട്ടോ. കറുത്ത കുടയല്ല, വേറൊരു ടൈപ്പ് കളർ അതിനെക്കൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം മഞ്ഞാണ്, കൊടും വളവുകളാണ്. അതിനെക്കൊണ്ട് നമ്മളെ സേഫ്റ്റി നോക്കുക. ഇതിൻ്റെ താഴെ കൂടെ ഒരു തോടോ അരുവിയോ എന്തോ ഒഴിവാണ് കേട്ടോ. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളം വീഴുന്നതിൻ്റെ. കണ്ടേ, ചെറുതായിട്ട് കാണാം. നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല സൗണ്ടാണ് വെള്ളം ഒഴുകുന്നതിൻ്റെ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മണ്ണ് ഇടിച്ചിടിച്ച് കൊണ്ടുപോകുന്ന ഭാഗമുണ്ടല്ലോ, ഇതാണ് കുറച്ചുകൂടെ മുകളിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ താഴോട്ട് വീണ്ടും പോവാണ്. വാഗമണ്ണിലെ റോഡുകൾ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നടത്തം തുടങ്ങിയത് ഞാൻ 10 മണിക്കാണ്. ഇപ്പോൾ 11:15 ആയിട്ടുണ്ട് കേട്ടോ. 1.25 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എൻ്റെ ഈ നടത്തം. മുകളിലത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞ അരമണിക്കൂർ ആവാൻ പോകണം കേട്ടോ. അരമണിക്കൂർ ആകുമ്പോൾ നമ്മൾ വേറൊരു ജംഗ്ഷനിലെത്തും. അവിടെ വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഒരു കാറിൽ എന്തോ പറഞ്ഞിട്ടോ, പെട്ടെന്ന് ശ്രദ്ധ പോയി. കാറിലൊക്കെ പോകുന്നവർ നമ്മളിങ്ങനെ നോക്കി കയ്യൊക്കെ കാണിച്ചിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ടൈമിൽ, കുറേ പേരെ ഫേസൊക്കെ ഇതിനകത്ത് പെട്ട് കാണും. അപ്പോൾ അങ്ങനെ ആരെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഹായ് പറയുകയാണ്. അപ്പോൾ ആ ഒരു കിടിലം സ്പോട്ടിലോട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. അരമണിക്കൂറുണ്ട്. ഏതെങ്കിലുമൊക്കെ ബൈക്കിലൊക്കെ വേണമെങ്കിൽ കൈ കാണിച്ച് കയറി വരാമായിരുന്നു. പക്ഷേ ഞാൻ ഈ സമയം ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു. ഈ മഞ്ഞത്ത് ഇതിനകത്തൂടെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ നല്ലത്. നമ്മൾ വണ്ടിയിൽ വന്നാൽ പോലും ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർക്ക്, 2-3 തവണയൊക്കെ വരുന്നവർക്ക് വലിയ വിഷയമില്ല. കാറിലൊക്കെ ഇരുന്ന് മെയിൻ സ്പോട്ടിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ.